പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു മീൻകറി വെക്കാം. മാന്തൾ മുളകിടണേ, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തിയരിയണേ, നാല് പച്ചമുളക് ചീന്തിയിടാം, ഒരു 3 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിടാം, കുറച്ച് വെള്ളുള്ളിയും കൂടെ മുറിച്ചിടാം, ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. തക്കാളി പച്ചമുളകൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഇനി ഉടയ്ക്കാം. നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു മതക്കറിയാണ്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം, രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഉപ്പ്, ഉപ്പിട്ടതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് തുടയ്ക്കാം. തക്കാളി നല്ലോണം ഉടച്ചാൽ ഗ്രേവിക്ക് നല്ല കട്ടി കിട്ടുമല്ലോ. പുളി ഒഴിക്കാം, പാകത്തിന് വെള്ളം ചേർക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം, നല്ലവണ്ണം തിളപ്പിക്കാം. ഈ മാന്തയാണ് കറി വയ്ക്കുന്നത്. തിളച്ചിട്ടുണ്ട്. ഉപ്പും മുളകൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇതിൽ കുറച്ച് എരിവ് കുറവാണ്. നമുക്കൊരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ മസാലയിലേക്ക് നമ്മൾ മാന്തൾ മീൻ ചേർക്കാം. മാന്തയ്ക്ക് വേവ് കുറവാണ്. നല്ലപോലെ ഒറ്റ പ്രാവശ്യം നല്ലോണം തിളച്ചാൽ മതി. മാന്ത വെന്തിട്ടുണ്ടാവും. കണ്ടോ, മാന്ത വെന്തു. കണ്ടോ, മാന്ത ഉടയുന്നുണ്ട്. ഉപ്പും പുളിയൊക്കെ നോക്കട്ടെ. ഈ മാന്തക്കറിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം.
അപ്പം നമ്മുടെ എരിവും പുളിയൊക്കെ ഉള്ള നല്ല അടിപൊളി മാന്തക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാലോ, നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഒരു നല്ലൊരു മാന്തമുളക് ഇട്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.